സംഘപരിവാറിന് മുന്നിൽ കേരളം കീഴടങ്ങി എന്നതാണ് കോൺഗ്രസിന്റെ ആരോപണം. അതിലെ വാസ്തവം എന്താണെന്ന് നമ്മൾ പരിശോധിക്കാൻ പോവുകയാണ്. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമാണ് കർണാടക എന്ന് ഓർമ്മിപ്പിക്കേണ്ടതില്ലല്ലോ. കർണാടകയ്ക്ക് 2023-2024 വർഷത്തിൽ PM ശ്രീ അലോക്കേഷനിൽ കിട്ടിയത് ഈ കാണുന്നത് പോലെ 26.4 കോടി രൂപയാണ്. അത് കഴിഞ്ഞ് തൊട്ടടുത്ത വർഷം, അതായത് 2024-2025 വർഷത്തിൽ, അതായത് ഈ നടപ്പ് വർഷം കർണാടകയ്ക്ക് കിട്ടിയത് 31.4 കോടി രൂപയും. ഈ രണ്ടും നമ്മൾ കണ്ടത് 2 വർഷത്തെ കർണാടകയ്ക്ക് PM ശ്രീയിൽ കിട്ടിയ കണക്കുകളാണ്. ഇനി നമുക്ക് അടുത്ത സംസ്ഥാനം നോക്കാം. അത് തെലങ്കാനയാണ്. തെലങ്കാന കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമാണെന്ന് വീണ്ടും ഓർമ്മിപ്പിക്കേണ്ടതില്ലല്ലോ. 2023-24 കണക്ക് നോക്കൂ. 59.8 കോടി രൂപയാണ് തെലങ്കാനയ്ക്ക് ആ വർഷം കിട്ടിയത് ഈ PM ശ്രീ അലോക്കേഷനായി. തൊട്ടടുത്ത വർഷം, അതായത് ഈ വർഷം 2024-2025 വർഷത്തിൽ 147.97 കോടി രൂപയാണ് തെലങ്കാനയ്ക്ക് ഈ PM ശ്രീ അലോക്കേഷനിലൂടെ ലഭിച്ചത്. കേന്ദ്രാവിഷ്കൃത പദ്ധതി അത് ഓരോ സംസ്ഥാനത്തിന്റെയും അവകാശമാണ്, ഭരണഘടന നൽകുന്ന അവകാശം. ഇനി കേരളത്തിന്റെ കണക്ക് കൂടി നമുക്ക് നോക്കേണ്ടതുണ്ട്. 2023-2024 വർഷത്തിൽ കേന്ദ്രാവിഷ്കൃത പദ്ധതികളിൽ നിന്ന് കേരളത്തിന് കിട്ടിയത് 0.88% മാത്രമാണ്. ഇനി 2024-25 വന്നാൽ അത് 1% മാത്രവും. വിവേചനത്തിന്റെ ആഴം ഈ കണക്കുകൾ തന്നെ നമ്മളോട് പറയുന്നുണ്ട്.